നിങ്ങളെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. എന്നിട്ട് ആ ഒരു ദിവസം അന്ന് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല പറയുന്നത് കാണാൻ കഴിയും. യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത് وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. അന്ന് നിങ്ങളൊക്കെ ഒരു ഉമ്മ ഈ മറക്കപ്പുറത്തിരുന്ന് വാത് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ഉമ്മ ആ ഉമ്മ ആണുങ്ങൾക്കൊന്നും കഴിയാത്ത ഒരു കാര്യം, അത് പെണ്ണുങ്ങളിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് അത്? കുട്ടിക്ക് മുലയൂട്ട, പാല് കുടിക്കുക, ഉമ്മാന്റെ അമ്മിഞ്ഞിപ്പാല് കുഞ്ഞു കുടിക്കുക. അത് ആണുങ്ങളെ കൊണ്ട് കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെ കടന്നിട്ടുള്ള കുഞ്ഞ്, അക്കുഞ്ഞിങ്ങനെ കരയാൻ തുടങ്ങിയാൽ ആ കരച്ചിൽ നിർത്താൻ ചിലപ്പോ ഉമ്മ ബാത്റൂമിലായിരിക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റിലായിരിക്കും. അപ്പൊ കുട്ടി ഇങ്ങനെ കരയുന്നത് കേട്ട ഉമ്മ ചിലപ്പോ മനുഷ്യ ഒന്ന് കുഞ്ഞിനെ കയ്യിൽ പിടിക്കാൻ വേണ്ടി പറയും. കടന്ന കുഞ്ഞിനെ കയ്യിലങ്ങെടുത്ത് ബാപ്പ അങ്ങെടുത്ത് നടന്നാൽ കുട്ടി കരച്ചിൽ നിർത്തും. ബാപ്പ കയ്യിൽ പിടിച്ചിട്ടും കുട്ടി കരയുന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ കരച്ചിലിന്റെ ആശയം കരയാനായ കടന്നതല്ല പ്രശ്നം, കയ്യിലെടുത്ത് എണീറ്റ് പിടിച്ച് നിൽക്കാത്തതല്ല പ്രശ്നം. പിന്നെ കുഞ്ഞിന്, പ്രസവിക്കപ്പെട്ട കുഞ്ഞിന് വിശക്കുന്നുണ്ടാകുന്ന ആ വിശപ്പ് മാറ്റാൻ ബാപ്പാനെ കൊണ്ട് കഴിയും. അത് ഈ മറക്കപ്പെട്ടിരിക്കണ ഉമ്മമാർക്കേ അത് കഴിയുള്ളൂ. അത് എന്റെ കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് ഈ വാത് പറയുന്ന എന്റെ ഭാര്യയെ കൊണ്ടാ കഴിയാ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന് ഒരു കാലുണ്ടായിരുന്നു, എത്ര മുലയൂട്ടിയാലും ഉമ്മമാർക്കൊന്നും എന്തില്ല, മടിയില്ല. ഇന്ന് ചിലപ്പോ കുറച്ചു നേരം കുടിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങിയാൽ ഇപ്പല്ലല്ലോ നിൽക്കണ്ടെന്നോ മുന്നാണ്ട് പറഞ്ഞതല്ലോ എന്ന് ചോദിക്കാൻ തുടങ്ങിയ കാലം വന്നോ എന്ന് ഈ മൊബൈലിന്റെ കാലത്ത് സംശയിക്കേണ്ടിയിരിക്കുക. പണ്ടങ്ങനെ ഉണ്ടായിരുന്നോ? അല്ല. ഉമ്മാക്ക് ഭയങ്കര രസമാണ് കുഞ്ഞിന് പാല് കൊടുക്കാനാണ്. കാരണം അത് കുറെ കാലൊന്നും ഉണ്ടാവില്ല, കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. എന്നാൽ ആ കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഉമ്മാക്ക് എന്തൊരാവേശമാണ്, ഉമ്മാക്ക് എന്തൊരു സന്തോഷമാണ്. അതിനുമ്മാക്കൊരു മടിയുമില്ല, ഒരു ബേജാറുമില്ല. എന്നാൽ ഉമ്മമാരെ, ഈ ലോകം അവസാനിക്കുന്നൊരു ദിവസം, അന്ന് നേർക്കുനേര് ചില രംഗങ്ങൾ കാണാനുണ്ടത് ഖുർആൻ പറഞ്ഞതാണ്. ഉമ്മ കുഞ്ഞിനിങ്ങനെ മുലയൂട്ടുന്നു, പാല് കുടിപ്പിക്കുന്നു. പക്ഷേ പെട്ടെന്നതാ കുടിപ്പിക്കുന്നത് നിർത്തിക്കളഞ്ഞു. ഉമ്മാന്റെ ശ്രദ്ധ എന്നെ മാറിപ്പോയി. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എത്ര കാലമാണ് ഉമ്മ കുഞ്ഞിന് മുലയൂട്ടിയത്? ഒരു ശ്രദ്ധ കുറവും ഉമ്മക്കുണ്ടായിട്ടില്ല. അതേ സമയത്ത് ഈ ലോകം അവസാനിക്കുമ്പോൾ അന്ന് കുഞ്ഞിന് മുലയൂട്ടുമ്പോൾ ഉമ്മാന്റെ ശ്രദ്ധ മാറിപ്പോയി. കാരണം ആ അന്ത്യനാള് വല്ലാത്തൊരു സംഭവമാണ്. എന്നിട്ട് അല്ലാഹു പറയാണ്, ആ അന്ത്യനാളിന്റെ ഗൗരവം കൊണ്ട് അതാ ഗർഭിണികളായ സ്ത്രീകൾ അറിയാതെ പ്രസവിച്ചുപോയി. അറിയാതെ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വേദനയില്ല എന്നാണോ? അല്ല, വേദനയില്ല എന്നല്ല. പിന്നെയോ അതെ, അവർക്ക് ആ വേദന അവിടുന്ന് സഹിക്കുന്നതിന് തടസ്സമില്ല. എന്തേ കാരണം? അതിനപ്പുറമുള്ള വേദന അവർ നേർക്കുനേരെ കണ്ട് അനുഭവിക്കുകയാണ്. അന്ത്യനാളിന്റെ വേദന. ജനങ്ങളെല്ലാം
അശ്രദ്ധവാന്മാരായി നടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടേക്ക് പോകുന്നു ഒരു പിടുത്തവുമില്ല, എവിടുന്ന് വരുന്നു ഒരു പിടുത്തവുമില്ല. എന്നാൽ ഖുർആൻ പറയാണ് വമാഹും ബിസുകാറാ, അവരാരും മസ്താന്മാരല്ല, മസ്ത് പിടിച്ചവരല്ല. പക്ഷേ വലാകിന്ന അദാബല്ലാഹി ശദീദ്, അല്ലാഹുവിന്റെ ശിക്ഷ അത് വളരെ ശക്തമാണ് കേട്ടോ. അങ്ങനെയുള്ള ഒരു അന്ത്യനാള് വരാനിരിക്കുന്നുണ്ട്. വഅദ് എന്തിനാണ് യുവാക്കളെ? എന്തിനാണ് വഅദ്? എന്തിനാണ് വഅദും ഉപദേശവും? ഖൽബിൽ വലിയ മാറ്റമുണ്ടാകാൻ അല്ലാഹുവേ ഞങ്ങളുടെ സർവ്വ വഅദിന്റെ സദസ്സുകളും അത്തരത്തിലുള്ളതാക്കി തരണേ അല്ലാഹ്.